ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഹാഫ് ക്ലച്ച് പഠിച്ചെടുക്കാനായിട്ടുള്ളൊരു ട്രിക്കാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹാഫ് ക്ലച്ചിൻ്റെ ഞാൻ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാലും പല ആൾക്കാർക്ക് ചില കയറ്റങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. എന്നാൽ ഈ ഹാഫ് ക്ലച്ചിൽ ചെറിയൊരു പോയിന്റും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇത്. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഏതൊരു സാഹചര്യത്തിലും ഹാഫ് ക്ലച്ചിൽ വണ്ടി മുന്നോട്ടെടുക്കാൻ, കയറ്റത്ത് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ പതിവ് പോലെ തന്നെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇതിന് ട്രിക്ക് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്ത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മളൊരു വണ്ടി കയറ്റത്തെടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ കാല് ബ്രേക്കിലുണ്ടാവും. നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ടും ഇങ്ങനെ ചവിട്ടി പിടിക്കും. അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിൻ്റാണ്. നിങ്ങൾ പല ആൾക്കാർ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതായത് നമ്മളിങ്ങനെ ബ്രേക്കിൽ കാല് വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോഴാണ് വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നത്. അതായത് ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മുടെ കാലിങ്ങനെ, ഇടത്തെ കാലിങ്ങനെ അയഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടിക്കകത്ത്, അതായത് വണ്ടിയുടെ ഗിയർ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ ഒരു ചെറിയ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് കാണിക്കുന്ന ഒരു വൈബ്രേഷനാണ്. അത് നിങ്ങൾക്കറിയാം. എന്നാൽ ആ വൈബ്രേഷൻ ലെവലിൽ നിന്ന് നമ്മൾ ഒരു തരിക്കും കൂടെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ ആ വൈബ്രേഷൻ ലെവലാണ് പ്രോപ്പർ പോയിൻ്റ്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഒരു പൊടിക്ക് നമ്മൾ കാലയച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ഓൾറെഡി നമ്മൾ ബ്രേക്കും കൂടെ ചവിട്ടി പിടിച്ചുകൊണ്ട് വണ്ടി കൃത്യമായിട്ട് ഓഫായി പോകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിൽ ഹാഫ് ക്ലച്ചിൽ വന്ന ആ ഒരു വൈബ്രേഷൻ പോയിന്റ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വളരെ വേഗത്തിൽ ആക്സിലറേഷൻ പെഡലിലേക്ക് വരിക. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് ഇങ്ങനെ ഒരു 1-2 തവണ എടുത്ത് കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. അതായത് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചിട്ട് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒറ്റയടിക്ക് കാലം എടുത്ത് മാറ്റും. നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്തു, ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിൽ വൈബ്രേറ്റ് ചെയ്താണ് വണ്ടി നിൽക്കുന്നത്. ഇവിടുന്ന് ആക്സിലറേഷൻ കൊടുത്തതിൻ്റെ ആ കോൺഫിഡൻറ്റിൽ വണ്ടി ഓഫാകത്തില്ല എന്ന് കരുതി ക്ലച്ച് ചെയ്യുന്ന ഒറ്റയടിക്ക് കാലെടുക്കും. ഇങ്ങനെ കാലെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രോബ്ലം കൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും വണ്ടി ആക്സിലറേഷൻ കൊടുത്തിട്ടും വണ്ടി ഈ കയറ്റത്ത് ഓഫായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കറക്റ്റ് വൈബ്രേഷനിൽ ഇങ്ങനെ കറക്റ്റ് വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ആക്സിലറേഷൻ കൊടുത്ത് പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ സാവധാനത്തിൽ, അതായത് ആ വൈബ്രേഷൻ ലെവലിൽ നിന്ന് അയക്കുമ്പോൾ സാവധാനത്തിൽ കാലയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ സാവധാനത്തിൽ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ വൈബ്രേഷൻ പോയിന്റിൽ നിന്ന് സാവധാനത്തിൽ അയക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വണ്ടി പതിയെ മുന്നോട്ട് നീങ്ങും. ഇനി അതുപോലെ തന്നെ ചിലർക്ക് സംഭവിക്കുന്ന മറ്റൊരു മിസ്റ്റേക്കും കൂടിയുണ്ട്. അത് നിങ്ങൾ ഇതുവരെയും ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാവില്ല. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് പലരും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കറക്റ്റ് വൈബ്രേഷൻ ലെവലിൽ ഇങ്ങനെ നിൽക്കും. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ക്ലച്ച് പോയിന്റ്, അതായത് ഈ വൈബ്രേഷനിൽ നിൽക്കുന്ന ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അറിയാതെ ഒരു പൊടിക്ക് താഴോട്ട് താഴ്ത്തുന്ന സമയത്ത് എന്താണ്? ആ പ്രോപ്പർ വൈബ്രേഷനിൽ നിന്ന് വീണ്ടും താഴോട്ട് താഴുമ്പോൾ നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങണമെന്നില്ല. അപ്പോൾ അതും ഒരു മിസ്റ്റേക്കാണ്. അപ്പം അങ്ങനെ വരാൻ പാടില്ല. അതായത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ആ വൈബ്രേഷൻ ലെവലിൽ നിന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. 2, നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് താഴ്ത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം പ്രോപ്പറായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ പോയിന്റിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് പതിയെ അയച്ചെടുത്തു കഴിഞ്ഞാൽ ഏതൊരു കയറ്റത്തും
ഏതൊരാൾക്കും ഏതൊരു വണ്ടിയും ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നിങ്ങളെ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ കിടക്കാണ്. ഓക്കെ, ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, പല ആൾക്കാരും സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഗിയർ ഇടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗിയർ ഇടുന്നത് തെറ്റാണോ? നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ തേർഡ് ഇട്ടിട്ടുണ്ട്, തെറ്റാണോ? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഗിയർ വീണിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഗിയർ ഇട്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഇട്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും ശരിയായ മെത്തേഡല്ല. ഞാനിപ്പോൾ കൈ പിടിച്ചതും ഇട്ടതും ഒന്നും ശരിയല്ല. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഗിയർ ഇടുന്നതെങ്കിൽ നമ്മളുടെ ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ടും കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ലിവർ വരണം. അതായത് ഇപ്പോൾ സെക്കൻഡിലാണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് വരണം ലിവർ ഇങ്ങോട്ട് വന്നിട്ട് ഇതേ നമ്മൾ ഫ്രീ ആക്കുമ്പോൾ ഈ ലിവർ സെൻറ്റർ പോയിന്റിലേക്ക് വരും. ഇവിടെ നിന്ന് ഇങ്ങനെ, എന്നിട്ട് വേണം നമ്മൾ മേളിലേക്ക് ഇടാൻ. അതായത് സെക്കൻഡിൽ നിന്ന് നമ്മൾ ഇടുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ വരുന്നു, ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, അതിനുശേഷം ഇങ്ങനെ ചേർത്ത് സെൻറ്ററിലേക്ക് ഇടുക. ഇതാണ് പ്രോപ്പറായിട്ട് ഇടേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ സ്മൂത്തായിട്ട് ഇടാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചത്. ഇത് നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൽ നിന്ന് ഒന്ന് തട്ടുന്നു, ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, ലിവർ സെൻറ്റർ ആക്കിയിട്ട് തേർഡിലേക്ക് ഇടുന്നു. അപ്പോൾ ഇത്രയും സാവധാനത്തിൽ ഇട്ടാൽ മതി. നോക്കുക, സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ്, ഗിയർ ലിവർ സെൻറ്റർ ആക്കിയിട്ട് തേർഡ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളിത് ഇടേണ്ടത്. അപ്പം ഇങ്ങനെ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. പല ആൾക്കാരും എന്ത് ചെയ്യും, ഇങ്ങനെ ഇടും. ഇത് ഒരു കാരണവശാലും നല്ലൊരു മെത്തേഡല്ല. അതുപോലെ തന്നെ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോഴും പല ആൾക്കാരും ചെയ്യുന്നതാണ് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ഇത് ഇങ്ങനെ ചേർത്തിടും. അങ്ങനെയും ചെയ്യരുത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കേസാണ്. ഇതിപ്പം തേർഡിൽ നിന്ന് സെക്കൻഡ് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, ലിവർ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുക, ഇങ്ങനെ ഇടുക. അപ്പം ആ ഒരു മെത്തേഡ് അനുസരിച്ച്, അതായത് തേർഡിൽ നിന്ന് ഇങ്ങനെ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് ശീലിക്കാനായിട്ട് തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്നിട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന വാഹനത്തിൽ കയറിയിരുന്നിട്ട് ഈ കാര്യം കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഹാഫ് ക്ലച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ വരുന്നത് യൂട്യൂബിൽ വന്നതിന് ശേഷമായിരിക്കും ഫേസ്ബുക്കിൽ ഈ വീഡിയോ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫേസ്ബുക്കിലും കൂടെ നമ്മുടെ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.